നോക്കിയിട്ട് പോകാം ഗൈസ്. നോക്കിയിട്ട് ഏതെങ്കിലും ഗെയിം കളിക്കാം. നമുക്ക് ഏതെങ്കിലും നോക്കിയിട്ട് കളിക്കാം. വാ, കുറെ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് ഫുഡ് ഞങ്ങളുടെ അവകാശമാണ്. ഒരു ആരോപണമുണ്ട്. നമ്മൾ പൂച്ചരിൽ മനുഷ്യരുടെ കാലിൽ ഉരുണ്ടും സ്നേഹത്തോടെ കൂറുകുന്നതും അവസാനം ഒരു കഷ്ണം വറുത്ത മീനിനോ ബിരിയാണിക്കോ വേണ്ടിയുള്ള വെറും അഭിനയമാണത്രേ. ഇതിനെന്താ മറുപടി? സീരിയസ്ലി, അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമോ? വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ ഒരു വൈബിന് വേണ്ടി നമ്മളോടാണ് അവർ യാചിക്കുന്നത്. നമ്മൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ആ വീടിനൊരു ലൈഫ് ഉള്ളത്. ഫുഡോ, അത് നമ്മുടെ അവകാശമാണ്. ഒരു സർവീസ് ചാർജ് ആയിട്ട് കൂട്ടിയാൽ മതി. സർവീസ് ചാർജ് ഈ ഒരു നന്ദി ഇല്ലാത്ത സാധനമാണ് ഈ പൂച്ച. റെയർ ഓഫ് ദ റെയർ പൂച്ചകളെ മാത്രമേ അത്യാവശ്യം ഒരു അറ്റാച്ച്മെന്റോ വിളിച്ചാ വരുമെങ്കിലും ചെയ്യുന്ന ആൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ പോലും കാണുന്നത് അങ്ങനെയാണ്. ഞാൻ സത്യം പറയാം, ഞാൻ എന്റെ വീട്ടില് ഞാൻ ഇത് വെറുതെ പറയണല്ല, എന്റെ വീട്ടിൽ 11 പൂച്ചയുണ്ട് ഇപ്പൊ കറന്റ്ലി. എന്റെ വീട്ടിൽ ഇപ്പൊ കറന്റ്ലി 11 പൂച്ചയുണ്ട്. ഞാൻ ഇവിടുത്തെ ഡോഗ്സ് ആയിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡാ. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ എല്ലാം കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ പൂച്ചയുണ്ടെന്ന് പറയുന്ന സാധനം എന്റെ വീട്ടിൽ 11 ഉണ്ട്. അല്ലാതെ വേറൊരാളുടെ വീട്ടിലെ കണ്ടിട്ട് പറയണല്ല. എന്റെ അഭിപ്രായം ഞാൻ പറയാണ്, ഒരു നന്ദി ഇല്ല ഈ സമാനത്തിന്. കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രം വരും. അതെ, നിനക്കൊക്കെ പോയി ഉറങ്ങിക്കൂടടാ അപരാധികളെ. നീയൊക്കെ 6 മണി കാണാൻ 2 മണിയാകുമ്പോ നിനക്കൊന്നും വീട്ടിൽ തന്തയൊന്നും ഇല്ലടാ ചോദിക്കാൻ. മയിലെ ഉറങ്ങാ കൂടടാ പോയിട്ട്. അതാ എലിയാ പറയണ ലിറ്ററലി. എന്തൊക്കെ ഐറ്റങ്ങളാണ് നോക്കണത്. എവിടെ എന്റെ ഫിഫി? ഉറക്കോ ഫിഫി? ഫിഫി ഇപ്പൊ ഇതെങ്ങനെയുണ്ട്? സക്കീറിനോട് വേണ്ടിയായിരുന്നു ഇത്. പാവട, എനിക്ക് ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടു കേട്ടാ. സക്കീർ എന്ത് എഫേർട്ട് എടുത്താണെന്ന് അറിയാം. ആ പറയടാ. രണ്ടുപേരെ ഡൗൺ ആക്കി. പക്ഷെ രണ്ടുപേരും വേറെ ഗ്യാങ്ങാന്നേ ഉള്ളു. ഏത് ഗ്യാങ്ങായിട്ട് അടിയായി? ഇതിപ്പോ ഏത് ഗ്യാങ്? ജെൻജി തന്നെ വന്നു പുറകിന്. ഞങ്ങളെ കൊണ്ട് നിർത്തി അങ്ങ് അടിച്ചു. വേറെ ഗ്യാങ് അല്ലല്ലോ. ഇല്ലില്ല, എന്റെ അടുത്ത് വന്നു അടിമേടി. രണ്ടെണ്ണത്തിന് അടിച്ചിട്ടില്ലേ? കിട്ടിയ അടി കൊണ്ട് അവിടെ ഇരിക്കട്ടെ. വരട്ടെ ഇനി വരട്ടെ. നമുക്ക് ഓരോ റൗണ്ട് അവന്മാര് പൊട്ടിച്ചതല്ലേ, അപ്പൊ തിരിച്ചു ഓരോന്ന് പൊട്ടിച്ചേക്കാം. കുഴപ്പമില്ല. ബാക്കി നമുക്ക് സിറ്റിയിൽ വെച്ച് കാണാം. ഞാൻ സക്കീർ ബ്രോ നേരിട്ട് കണ്ടാണ് കേട്ടോ. പുള്ളി അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പെടുന്ന പാട് കാണുമ്പോണ്ടല്ലോ നമുക്ക് പാവം തോന്നും. സത്യം പറഞ്ഞ പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്വിഫ്റ്റ് ഇങ്ങനെ ആക്കി എടുക്കാൻ. സത്യം പറയല്ല, പറയാതിരിക്കാൻ വയ്യ. സക്കീർ ബ്രോ അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ. ദേവൂട്ടിന് നാളത്തെ ഡൈവേഴ്സിന് നാളെ ലീവാണ്. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് 100 in advance. താങ്ക് യു സോ മച്ച്. In a world made entirely of blocks, there were no instructions. City apane parayanaduthum para. No quests to follow, no enemies to defeat, only silence, and the sun slowly rising above the trees. You started with nothing, just your hands, the dirt beneath your feet, and a sky full of possibilities. You built a shelter, not because you wanted. Minecraft കളിച്ചാലടാ കീരി. ട്രൈ ചെയ്യാം. ഇത് എത്ര മണിക്കൂർ? 2000 എത്രടാ അത്? അറിയാം ആർക്കെങ്കിലും? But because the night was coming, and with it the unknown, you mined deeper, crafted tools, discovered strange realms. You fought creatures of shadow and flame. You built machines, cities, memories. You were never told what to do, and that's why you did everything. മൈൻക്രാഫ്റ്റിന്റെ ബേസിക്സ് എന്താ ശരിക്കും? നമ്മളിങ്ങനെ ഓരോന്ന് ബിൽഡ് ചെയ്യുവാണോ?
കൊറേ ഉണ്ട്. എന്താ പറയാ, കൃഷിയും കൊറേ കോഴികളെ വളർത്തുക, അങ്ങനെ എന്തൊക്കെയോ കൊറേ പരിപാടികൾ ഉണ്ട് അതിനകത്ത്. ആണല്ലേ? സർവൈവൽ ആണ് എന്തോ, പക്ഷെ കൊറേ ഉണ്ട് അതിനകത്ത്. ഓപ്പൺ വേൾഡ് ആണത്. My drawing evolution from 2020 to 25. ഇതാരും പറഞ്ഞൂടാ. മിസ്റ്റർ ബി. ഇതൊരു സ്ട്രീമർ ആയിരുന്നല്ലോ. അയ്യോ, ഞാൻ അവളുടെ പേര് മറന്നുപോയി. അയ്യോ അയ്യോ എടാ, ഇവിടെ ഒരു സ്ട്രീമർ ആയിരുന്നു നമ്മുടെ പേര്. എടാ, എന്തോ ആയിരുന്നു പേരിട്ടിരുന്നേ ഗൈസ്, ഓർമ്മയില്ലേ നിങ്ങക്ക്? ഇതൊരു സ്ട്രീമർ ആയിരുന്നു. സി അല്ല. ലെറ്റ്സ് ഗോ മേക്ക് ഹിം പ്ലേ. FTT ഗെയിമിംഗ് വെൽക്കം ടു സ്ട്രീം ബ്രോ. ഡുണ്ടുമോൾ വെയിറ്റ്. അത് പെട്ടെന്ന് പേര് കിട്ടില്ല. കാവ്യമാധവൻ. ഇത് കാവ്യമാധവൻ ഒന്നുമല്ല, ഇത് ഡുണ്ടുമോളാണിത്. FTT വെൽക്കം ടു സ്ട്രീം. 2023 നെയ്മറിനൊക്കെ വിഷയം. കിടിലൻ ബ്രോ, കിടിലൻ. കാവ്യമാധവനാടോ? അത് കാവ്യമാധവൻ ഒന്നും അല്ല, അവൻ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവൻ അന്നത്തെ ഇതിൽ വെച്ച് വരച്ച. FTT എങ്ങനെ പോണ? സുഖമാണോ കാര്യങ്ങളൊക്കെ? നമുക്ക് കളിക്കട്ടെ, മൈൻക്രാഫ്റ്റ് കളിച്ചാലോ? മൊബൈൽ 30 എന്തേ ഉള്ളൂ. മൈൻക്രാഫ്റ്റ് മൊബൈലില്ല. ഇത്ര വലിയ PC മേടിച്ചിട്ട് മൊബൈലിൽ ഇത് കളിക്കാനാ ഞാൻ മൈൻക്രാഫ്റ്റ്. ക്രോസ് പ്ലേ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. നിനക്ക് പണ്ടേ ക്രോസ് പ്ലേ ആയിട്ടാണ് നിനക്ക് താല്പര്യം. പണ്ടേ മനുഷ്യൻ പട്ടി. അടുത്ത പ്ലേ. പാട്ട് പള്ളിക്കകത്ത് കയറി പോടാ. എന്ത് സാധനമൊക്കെ അല്ലേ വൈകി. 28 stab wounds. 28. Why? So the number 28 is in more places than the places you guys have found so far. And if you find them in some of the other places, I think you'll see what the significance of 28 is. R is the 18th letter. A is the first letter. 18 plus 1 plus 9 equals 28. Yeah. Okay, so we're going to have to spend a significant amount of time looking for other 28s. Yeah. Oh my gosh. Hold on. Look. Kara, if she stays at the hotel, can enter room 28. Wait, does anybody ever notice this? ഇവനെ കാണാൻ അതുപോലെ ഇല്ലേ? അതിനകത്ത് ആ അവനെപ്പോലെ തന്നെ ഇല്ലേ ഇവനെ കാണാൻ? ആക്ടർ ചെയ്ത അറിയാണ്. പുള്ളിയെ പോലെ തന്നെ ഇല്ലേ കാണാൻ? Room 28? കണ്ട സൗണ്ടും അതുപോലെ തന്നെ. അങ്ങനെയായിരിക്കും ചെയ്തത് ക്യാരക്ടർ. Is it still here? Yeah, probably. Room 28. See? Thank you. Room 28. കണ്ട ഇവർ രണ്ടുപേരും കണ്ട? അവനാണത്. അത് അവനാണ്. His voice too. ആണല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ. കൊണോർ ഒറിജിനൽ ക്യാരക്ടർ ആയിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. വോയിസ് ആക്ടർ അല്ല, സാധാരണ വോയിസ് ആക്ടറിന്റെ ഫേസ് ആയിരിക്കുമല്ലോ ക്യാരക്ടറിന്. ഇത് വോയിസ് ആക്ടറിന് തന്നെ ഫേസ് ആണ് ക്യാരക്ടറിന്. എന്ത്? I will notify security. So it was shouted out that John had the number 28 on his uniform. Here's a screenshot. 28. You see? Yeah. So what does that mean? So maybe because this was an android you could have taken away, you could have taken him with you to Jericho. Freed him with us? Yeah. That might have been the first android that we could have freed. Number 28 is missing! Number 28 is missing? Wait. Is blue-haired Tracy the 28th android? She's Tracy 28? Whoa! Holy sh... I made a mistake.
Connor's serial number, add these numbers up. 3 plus 1 plus 3 plus 2 plus 4 plus 8 plus 3 plus 1 plus 7. Oh, minus 5, because that's where the dash is in the serial number, plus 1. Connor's serial number adds up to 28. How? That is so wild. We are unlocking some serious shit in this playthrough. ഇതൊക്കെ എങ്ങനെ നമ്മൾ നമ്മളൊന്നും ശ്രദ്ധിച്ചു പോലും ഇല്ല പറഞ്ഞ പോലെ. ഫാൽസ് മെമ്പറോ താങ്ക് യു സോ മച്ച് 29. അലൻ റജി ബ്രോ താങ്ക് യു സോ മച്ച് 20. ഇവൻ 10 തൊട്ട് ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ശരിയാണല്ലേ. എന്താ നിനക്ക് ഇന്ന് കിട്ടിയ സൂപ്പർ ചാറ്റിന്റെ അക്കങ്ങളെല്ലാം ഒന്ന് എണ്ണി നോക്കിയല്ലോ നമുക്ക്. അക്കങ്ങളെല്ലാം 28 നോക്കിയല്ലോ. 28 എന്തായാലും ആവില്ല ബ്രോ. അതെങ്ങനെ ഗെയിമിങ്ങിന് അറിയോ പുള്ളി അണ്ണാ അതേനെ ഗെയിമിന് അറിയോ പുള്ളി ഇനി പബ്ജിയിലോട്ട് ഇല്ലെന്ന്. എടാ എനിക്ക് പുള്ളി പട്ടാളത്തിൽ എന്തോ ഇതിന് ഞാൻ പോയതാ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ട്. നിങ്ങളത് കണ്ടില്ലേ? മറ്റേ അവരുടെ രാജ്യത്തെന്തോ ഇത്ര കൊല്ലം അങ്ങനെ ഒരു റൂളുണ്ട്. ഇത്ര നാള് കഴിഞ്ഞാല് ഇത്ര പ്രായം ആവുമ്പോഴത്തേക്കിന് പട്ടാളത്തിൽ സെർവ് ചെയ്യാൻ പോണം. മനസ്സിലായ? അതേനെ ഗെയിമിങ് ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മ ഞാനൊക്കെ പുള്ളിയുടെ ഡൈഹാർഡ് ഫാൻ ആണ്. ഇവിടെ പറയാതിരിക്കാൻ വയ്യാറോ. ഞാൻ ലാസ്റ്റ് വീഡിയോ അതായതാ. താങ്ക് യു എവരി വൺ, സീ യു അഗെയിൻ. ഇതാണ് ലാസ്റ്റിലത്തെ വീഡിയോ. എന്ത് പ്ലെയർ ആയിരുന്നാ, എന്ത് പുള്ളി എന്തേലും ഇതിട്ടുണ്ടോ? പോസ്റ്റ് നോക്കട്ടെ. ഹായ് എവരി വൺ. ഇട്ടിട്ടുണ്ടോ? Hi everyone, it's been such a long time. How am you all? Honestly, I feel both sorry and grateful for writing this. I hear that many of you have been waiting for me, and while that makes me incredibly touched and proud, it also makes my heart heavy. I have finally completed the military service. Thank you so much for waiting. I'm truly sorry it took so long to say something. There has been so much I wanted to share, but today there is something especially important I need to tell you. I have kept it myself for a while, but I don't think I can delay it any longer. To be honest, I have decided to stop playing PUBG Mobile, and I have no plans to return into the future. It's still a great game, no doubt about that. Even while I was in the military, I followed updates from time to time and admired how much I kept evolving. But I have changed and the game has changed, and somewhere along the way, we just stopped matching. There are many reasons, but the biggest one is everyone's just way too good now. LOL. Back in the day, in my early 20s, I was confident in my skills. I dominated the solo squad content, took on multiple enemies alone, and I felt proud of what I could do. But after almost 3 years of being away from the game, my instincts are gone. The mechanisms I used to master feel the foreign now. I hopped in recently, and honestly I got destroyed. Everyone is so skilled now. It's amazing and intimidating at the same time. I realized I just can't play like they used to. It scared me. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് കേട്ടോ. പണ്ട് എല്ലാരും ഓടിച്ചിട്ടടിക്കായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, എല്ലാരും കളി പഠിച്ച്. And then there is a direction of the game taken. I was someone in the enjoyed intense 1v4 and even 1v8 fights, but the game has added features like revival systems, which made me solo content incredibly difficult. Even before I joined the military, I was already hard. People would rush me just because of my nickname, trying to make some bagging rights. Facing 1v12 situation wasn't unusual, and my body, it was funny also. I needed to those matches to be content, not comedy. So yeah, it hurt more than I let on. Okay, pulli nirthi. I'm sorry for taking a long, but I hope this message reaches you warmly. Thank you for waiting, remembering me, supports all these years. I keep doing my best in the last Saturday, and who knows, maybe someday I will get to hello again in a new form, in a new way. Until then, take care. Love you all. ഈ പുള്ളിയുടെ അന്നത്തെ ഗെയിം പ്ലേ ഉണ്ടല്ലോ, ഇത് ലാസ്റ്റ് വീഡിയോ എന്നാ പോസ്റ്റ് ചെയ്തേക്കണേ? 1 വർഷം മുമ്പ്. ഇത് നോക്കിക്കോണേ, ഇത് അങ്ങേരൊക്കെ ആ സമയത്ത് കളിക്കണ കളി കാണണം. പെരുന്നാൾ അടിയായിരുന്നു. വേറെ കുറെ പേരുണ്ടായിരുന്നു, ഞാൻ പറയാം. സെവോ, ലെവിൻഹോ, ഇപ്പൊ ഞാൻ ഇവരൊന്നും കാണാറേ ഇല്ല. സെവോ, ലെവിൻഹോ, പുള്ളി അതേന ബേബി ഞാൻ കാണാറില്ല. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു, കുറെ പേരെ കാണുമായിരുന്നു.
പാണ്ട പാണ്ട ടക്കാസ് പാണ്ട. അയ്യോ എത്ര പേരുണ്ടായിരുന്നല്ലേ. റുപ്പോ കുറെ പേരുണ്ട്. കാപ്പി ശരി അവരെല്ലാം ഉണ്ട്. കുറെ പേരുണ്ട്. അങ്ങനെ ആ ഗെയിം ഡെഡ് ആയപ്പോഴത്തേക്കിനും എല്ലാരും അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി. അണ്ണ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇപ്പോഴത്തെ പിള്ളേർ പറയാൻ പറ്റുന്ന പുകയിൽ നിന്ന് ബോംബ് കയറിട്ട് ഇവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. Things he can film with this. നൈസ് കൊള്ളാം. ശരി ഈഗിൾ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും. നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഇത് കാട് കയറിയതു. ഞാൻ പറയും ഹാർഡ് പാഷൻ ബ്രോ കൊള്ളാം. കിടില അടിപൊളി. അണ്ണാ എന്റെ ഫ്രണ്ട് ചെയ്തതാണ് പുഞ്ചിരി തഞ്ചിൻ കവർ. MRC ഗോഗു ബ്രോ നൈസ് കൊള്ളാം. അടിപൊളി. എടാ വീഡിയോ പ്ലേ ചെയ്യുന്ന വീഡിയോസിന്റെ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനടാ? പ്ലേ ചെയ്യുന്ന വീഡിയോസ് ഇല്ലേ അതിന്റെ സൗണ്ട് ഒന്ന്. ഓക്കെ അത് എണ്ണീറ്റോ? മുപ്പത്താറ് കൊല്ലമായടാ ബെൻസ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ചെറ്റണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മടൽ ബാഗിൽ ഇറങ്ങുമ്പോ ജോർജ് സാറ് പറയാ ജോർജ് സാർ തന്നെയാടാ. നീ ആരാടാ പേടിപ്പിക്കുന്നത്? എന്നെയാ പേടിപ്പിക്കുന്നത്? എന്നെയാ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഒരുപാട് പഠിക്കാനുണ്ട് ജോർജ് സാർ. നൈസ് കൊള്ളാം. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ മ്യൂസിയം. ഇന്ത്യയിൽ ഡിസ്നിലാൻഡ് വരാൻ പോണ അറിഞ്ഞാ നിങ്ങൾ ആരെങ്കിലും? എവിടെ? ഇന്ത്യയിൽ ഡിസ്നിലാൻഡ് വരാൻ പോണ എവിടെയാണ്? പൂനെയിലോ? ഡിസ്നിലാൻഡ് ഇൻ ഇന്ത്യ. വെയിറ്റ് പറയാം. അതെ. ഇന്ത്യസ് ഫസ്റ്റ് ഡിസ്നിലാൻഡ് സ്റ്റൈൽ പാർക്ക് ഈസ് ഒഫീഷ്യലി കമ്മിങ് ടു മാനേശ്വർ ഗുരുഗ്രാം. സ്പോണിംഗ് അക്രോസ് 500 ഏക്കർ 10,000 കോടി രൂപയുടെ പ്രൊജക്ട്. 10,000 കോടി രൂപയുടെ എന്തോ പ്രൊജക്റ്റ് ആണ്. എന്റെ അമ്മോ, ഞാൻ പോണോന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അമ്യൂസ്മെന്റ് പാർക്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിസ്നിലാൻഡില്. ഇന്ത്യയില് ഭയങ്കര ഇഷ്ടമായില്ലേ? അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം. ഒരാൾക്ക് 10,000 തോന്നുന്നു. ഞാൻ കൊണ്ടുപോയിരിക്കും അപ്പാപ്പനെ. ഞാൻ കൊണ്ടുപോകും. എല്ലാരെയും കൊണ്ടുപോകും. എല്ലാരെയും ഹ്യൂമൻ കാസ്റ്റ് നോക്കാം ബ്രോ. ചമ ബ്രോ താങ്ക് യു സോ മച്ച്. അത് 87.29 കിടിലായിരിക്കും അല്ലേ?
സായ് പിൻ വെല്ലിയേട്ടൻ മൂവി. ആരുണ്ടാക്കി വിടണ ഇതൊക്കെ? ഈ ഒരു സാധനം നിനക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞ സാധനം എന്താ പറഞ്ഞ ഡീകോഡ് ചെയ്യാൻ? നീ എന്തിനാ കൊണ്ട് അവിടെ പോയി നോക്കായിട്ട് അവിടെ പോയി പറഞ്ഞോണ്ടിരിക്കണേന്ന് മനസ്സിലായേ? ആരാണോ എന്തോ വരാൻ പോണത് എനിക്കറിയില്ല. ആരായാലും വരുമ്പോ ഞാൻ പറയും ഞാൻ ഇങ്ങനെയാണ്, മനസ്സിൽ വെച്ചോണ്ടതും പെരുമാറാറിയില്ല. ഉള്ളിലുള്ളതൊക്കെ അപ്പത്തോ തന്നെ ഞാൻ പുറത്തു പറയും. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോ. എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും തലയിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, മനസ്സിലായ? അത് കറക്റ്റ് സമയമാകുമ്പോ നിങ്ങളിലേക്ക് എത്തും. അത്രേ ഉള്ളൂ. വേറെ എങ്ങും പോകത്തില്ല, അവിടെ തന്നെ വരും. തല കൊണ്ടേ തന്നെ വരൂലേ ഇതൊക്കെ? ഉറങ്ങി ഇവള്. ബ്രാവൊക്കെ അറിയാം അല്ലേ? പറയാമോ? പിന്നെ ഇപ്പൊ എന്റെ ഒരു മിലിറ്ററി അവസ്ഥ ഇപ്പൊ ഒന്നല്ല രണ്ടിലെ സഹിക്കണം. സത്യം സത്യം സത്യം. ഇവിടെ അതൊരു സായിപ്പ് വല കൂട്ടി വിൽക്കുന്നവരൊക്കെ എല്ലാം. അയ്യോ, ഇത് ഞാൻ കണ്ട വീഡിയോ. എനിക്ക് എന്റെ പാട്ട് കിട്ടുന്നത് പോലെ. എന്റെ എഡിറ്റ് ആണ്, പെയ്ഡാണെന്ന് മാത്രം പറയാം. മൂടൊക്കെ പോയി. അലീനൊക്കെ നല്ല കുട്ടിയാണ്. എന്റെ അയ്യോ, നമ്മുടെ പായലിനെ പറയണോ? പിന്നെ ഇത് കണ്ടോണ്ടിരിക്കാം. എന്റെ പായല് നമ്മുടെ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ ചെയ്യണ. 2 ലൈൻസേ ഉള്ളൂ. എന്തോ ധൈര്യത്തിലായിട്ട് കുറെ ഇടണമെന്നുണ്ട്. ഇൻസെക്യൂർ ഓഫ് മൈ വോയിസ്. വീഡിയോ ഇട്ടിട്ട് മാറുമായിരിക്കുമല്ലേ. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ഫീഡ്ബാക്ക്. മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്നു സംസം. മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്നു സംസം. ഇത്ര നല്ല വോക്കൽ ഉണ്ടായിട്ടാണോടാ നീ മറ്റേ ഇൻസെക്യൂർ ആയിട്ടിരിക്കണേ? ഡു ഇറ്റ് ബ്രദർ, ഡു ഇറ്റ്. ആരെ നോക്കണ്ട, ആരെ ഇംപ്രസ് ചെയ്യണ്ട. ഇഷ്ടമാണേ ചെയ്യുക. ആരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ്സും ഉണ്ടാക്കരുത്. നന്നായിട്ട് ചെയ്യുന്നില്ലടാ പുള്ളി. എഴുതിട്ട് പാടുന്നുണ്ട്, നൈസായിട്ട് കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ആക്കണേ. Excellent is one moment capture by admin spec. ഞാൻ ഈ ഫൈറ്റിന്റെ ക്യാപ്റ്റനാണ്. നമസ്കാരം, എന്റെ പേര് കരുവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ. ഓൾസോ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഡ്യൂറേഷനിലുള്ള ഒരു ക്യാമ്പും അതുപോലെ തന്നെ ഒരു ഹൈക്കിങ്ങും കായുവിൽ സെറ്റപ്പ് ചെയ്തു. സാറേ അലമ്പ് കാണിക്കരുത് സാറേ. പൈലറ്റിന്റെ സീറ്റിൽ പോയി ആയിരിക്കരുത് സാറേ. നമ്മുടെ അടുത്തല്ല പറയേണ്ടത്. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ. എപ്പോഴും എനിക്ക് കഴിഞ്ഞു വരില്ല. നീ ഓക്കെ അല്ലേ? അപ്പൊ പോവാലേ? ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. പൈലറ്റ് ഒന്ന് പുറത്തിറങ്ങാവോ? ലാസ്റ്റ് ടിക്കപ്പ് ഒന്ന് നടത്താൻ മറന്നുപോയി ഫ്ലൈറ്റ്. സാർ നമ്മളും വരുന്നുണ്ട് സാർ. സാർ
എല്ലാരും നിശബ്ദരമായി ഇരിക്കുക. സാറേ അലമ്പ് കാണിക്കാത്ത സാറേ കഫ് കൊണ്ടേ ജയിലിൽ സാറേ. ഇനി നമുക്ക് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് അണ്ണാ ഇതെന്റെ കൂട്ടുകാരനെ ഒന്ന് റിയാക്ട് ചെയ്യണേ. ഇതെങ്ങനെ സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ സുമഹാസിതേ നിന്നെ കാത്ത് നല്ല വോയിസ് എടാ. സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ സുമഹാസിതേ നിന്നെ കാത്ത്. ഇതിപ്പോ പാലും പഴവും കൈകളിൽ പോലെ ഇത് ഞാൻ ഈ ലൈനാ കേട്ടോണ്ടിരുന്നേ. ഇത് അത് തന്നെ പാലും മെലഡി, പാലും പഴത്തിന്റെ മെലഡി. ഇപ്പൊ ഇത്ര നേരം ഈ ലൈൻ തന്നെയാണ് ഞാൻ കേട്ടോണ്ടിരുന്നേ. അല്ലേ അത് എനിക്ക് തെറ്റിയതാണോ? അടിപൊളി. അടിപൊളി അടിപൊളി നന്നായിട്ട് പാടാണ്. കിടിലം വോയിസ് ബ്രോ. അടിപൊളി അടിപൊളി അടിപൊളി. കൺവേർട്ട് മൈ ഫോട്ടോ വിത്ത് F1 റേസിംഗ് കോസ്റ്റ്യൂം വിത്ത് F1 കാർ ബിഹൈൻഡ് മീ. ചാറ്റ്ജിപിയോട് പറയുന്നതിന് ഒരു മര്യാദയൊക്കെ ഇല്ലടാ. 10K വാച്ചിങ്ങിന്റെ വരെ ഇതുണ്ട് കേട്ടാ. സാധനം കൺവേർട്ട് മൈ ഫോട്ടോ വിത്ത് F1 കാർ റേസിംഗ് കോസ്റ്റ്യൂം വിത്ത് F1 കാർ ബിഹൈൻഡ് മീ. ഇതിലൊക്കെ അവരുടെ മേടിച്ച് ചെയ്യുന്നുണ്ട്. നീ പറമ്പിലൊക്കെ ഇട്ട് ഓടിച്ച് കളിക്കണം, നീ F1 കാർ ഓടിച്ച് വളരണം. പിന്നെ അവരവരുടെ മേടിച്ച് കൊടുക്കൂലേ ഞാൻ. Everything will change. ദിനം ദിനം ഉയർ But this in love will never end. മനം മന്ത്രാടമായുമേ. സത്യല്ലേ? സത്യം. നമ്മള് എത്ര വിശന്നിരുന്നെന്ന് പറഞ്ഞാല് ഭാര്യയുണ്ട്, സ്നേഹമൊക്കെ. പക്ഷെ അടി ഉണ്ടെന്ന് പറഞ്ഞാലും ദേഷ്യത്തോടാലും വന്ന് ചോദിക്കും. വേണമെങ്കിൽ കഴിക്കുന്നെങ്കിലും പറയാം അറ്റ്ലീസ്റ്റ്. Ayer played 2 characters in same time in RP. 2 characters played by 1 person. അതെങ്ങനെ 2 PC കളിച്ചോ പുള്ളി? അല്ലേ സായി പോപ്പി ചന്തി റിവീൽഡ്. അയ്യോ കണ്ടോ? വലിയായിട്ട് കണ്ടില്ല. അയ്യോ നീക്ക് എന്തൊക്കെയാണോ റിവീൽ ആവാൻ നോക്കിയിരിക്കണേ? ഇല്ല അഡ്മിൻ ആണോ? ഒന്ന് ദൈവമായിരുന്നു. അത് ശരി. Dame un grr. ഡിസ്കോഡിൽ ആരും എന്താ ഒന്നും മിണ്ടാജെ. കേട്ട് കേട്ട് വയ്യ. ആദ്യന്റെ മുഖത്തായിട്ട് കേട്ടാ. എന്നെ പോലത്തെ എന്ത് എൻജോയ് ചെയ്യണം എല്ലാവർക്കും ഉള്ളായിരുന്നത്. ചെവി പോയി ചാളിയാ. ഓണം സെലിബ്രേഷൻ കോളേജിൽ വിളിച്ചാൽ വരും ബാംഗ്ലൂർ. ബാംഗ്ലൂരിന് ബാംഗ്ലൂർ തന്നെയല്ലേ. ബാംഗ്ലൂർ എനിക്ക് വരാൻ പറ്റത്തില്ല, മനസ്സിലായോ? നീ ഒന്ന് പുറകോട്ട്
കുറച്ച് കാര്യങ്ങൾ ചെകഞ്ഞാൽ മനസ്സിലാവും. തമിഴ്നാട് എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ബാംഗ്ലൂരൊക്കെ കിട്ടിയ വെട്ടിക്കൊല്ലുന്ന ഇവര്. ബ്രാവോ, അവന് തമിഴ്നാട് പോകാൻ പറ്റൂല, അവന് ബാംഗ്ലൂരും പോകാൻ പറ്റൂല. ലൈവിൽ ഇരുന്ന് ഒരു ദിവസം തമിഴന്മാര് നീയൊക്കെ മറ്റേ ഞങ്ങളുടെ മുല്ലപ്പെരിയാർ പിടിച്ചു കൂടെ കുണ്ണുകളെന്ന് പറഞ്ഞ പറ്റി പ്രശ്നമായിട്ട് ലൈവിൽ ഇരുന്ന് പറഞ്ഞ് അത് ഇവർ റീലിട്ട് അത് 5 മില്യൺ വ്യൂസ് എന്തോ അടിച്ചു. അതിനകത്ത് മൊത്തം തമിഴ് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് പണി ഇവനെ. ഇത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് എന്തോ ആൾക്കാരെ എന്തോ പറഞ്ഞതിന് അവരടുത്ത് ഏതോ അഡ്വക്കേറ്റ് വരെ വീഡിയോക്കകത്ത് വന്ന് കമന്റ് ഇട്ട്. ഇന്ത്യയുടെ 4 വാടം വള്ളി പിടിച്ച് വെച്ചിരിക്കണ ഒരുത്തൻ. ബാംഗ്ലൂർ എനിക്ക് കയറാൻ പറ്റില്ല, മനസ്സിലായോ? തമിഴ്നാട് കയറി കഴിഞ്ഞാൽ തമിഴന്മാരെന്നെ കൊല്ലൂന്ന് പറഞ്ഞേക്കണം. കർണാടക കയറി കഴിഞ്ഞാൽ കർണാടക കുണ്ണകൾ എന്നെ കൊല്ലൂന്ന് പറഞ്ഞേക്കണം. എന്തൊരു മനുഷ്യന്ന് പറയണത് ദൈവമേ. നാട്ടിലെ വൈകുന്നേരം, അയ്യോ സത്യം എന്ത് രസമല്ലേ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് രാവിലെ മറ്റേ കൗസല്യ സുപ്ര ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന ഏതെങ്കിലും അമ്പലത്തിന്റെ അവിടൊക്കെ ഉറങ്ങി എണ്ണീക്കണം. പക്ഷെ രാവിലെ എണ്ണീക്കത്തില്ല, അതാണ് പ്രശ്നം. വലിയൊരു അതെ ഉച്ചയ്ക്ക് ആരും അത് പ്ലേ ചെയ്തില്ല. ഇതെന്താ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോഴേ റോഡ് സൈഡിന് നമുക്കൊരു ഐഫോൺ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ആളാരെന്ന ഒരു ഐഡിയ. ഇതിന്റെ പൗച്ച് തുറന്നപ്പോ ഇതില് ഒരാളെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഈ ആളുടെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്താണ്ട് എത്തിക്കും. ഞാനാണ് രണ്ടാമത്തെ ഫോട്ടോ അവസാനം എന്റെ ഇക്കാന്റെ ഫോൺ കിട്ടിയല്ലോ. ഫോൺ പോയ എന്റെ ഭാര്യ പേര് വായിച്ചു നോക്കടാ, പേര് വായിച്ചു നോക്കേ. അതെന്റെ മോന്റെ ഫോണാ. ദേവ ഫോൺ മുതലാളിയുടെ അച്ഛൻ ചെയ്ത് അവന് തിരിച്ചു കൊടുക്കണം. ആഹാ എന്റെ കൊച്ചുമകൻ മാമ അച്ഛന്റെ ഫോൺ തന്നേക്ക് ഗെയിം കളിക്കണം. ഏതൊക്കെ ബ്രോ വെറുതെ ഇട്ടതാ കണ്ടു നോക്കിട്ട്. ടീ ലോഞ്ചറിൽ ഫ്രീ ആണ് കേട്ടോ. എന്താടാ ടീ ലോഞ്ചറിൽ ഫ്രീ ആണ് മൈൻക്രാഫ്റ്റ്. പട്ടാമ്പി ടീം ഹിയറിംഗ് ദിസ് ബാങ്ങർ. ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഈ പള്ളിപ്പെരുന്നാൾ പരിപാടികൾക്കൊക്കെ ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇത് അതുപോലെ തന്നെ നാസിക് ഡോള് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് ഈ നാസിക് ഡോള് കേൾക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ ഈ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാനായിട്ടോട്ടെ. തങ്കനൂൽ നെയ്യും ഈ സന്ധ്യയിൽ. എല്ലാ ബാറ്ററിയും ചാർജ് ചെയ്ത് ഇനി ഒറ്റ ഒരു ബാറ്ററിയുടെ ഉള്ളു ചാർജ് ചെയ്യാൻ. ഇതൂടെ ചാർജ് ചെയ്യട്ടെ. 4 ബാറ്ററി ചാർജ് ചെയ്ത്. ഓക്കെ അതോടെ ഉള്ളു. ട്രെയിൻ പോലെയൊക്കെ ഫാൻ ഞാനും കണ്ടു, നിങ്ങളെയും കാണിച്ചതാണ് ഉദ്ദേശിച്ചത്. അത് ഒരു മാരക എഡിറ്റിംഗ് കൂടെ നിങ്ങൾ കണ്ടത്. അത് കറക്റ്റ് പുള്ളിക്കാർക്ക് അടിച്ചു നിർത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്.
ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക്. സൂപ്പർ എല്ലാരും സൂപ്പർ ഇട്ട്. ചെക്കന്മാര് +2 എത്തിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. മാരെയൊക്കെ നോക്കി വെച്ചോ. മാരൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോ കത്തിക്കും. എന്റെ തല വരുത്തു പോയി ചേട്ടാ. എന്തൊരു സാധനല്ലേ. ഞാൻ ഒരു സൈഡിലാണ്. ഹലോ ഒന്നില്ല. പേരെന്താ? എന്റെ പേര് ദാമി. എന്താ ഇത്? ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആളെ മനസ്സിലായി. 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നോരുണ്ടായിരുന്നു. ആ കാർന്നോര് തഞ്ചാവൂരിൽ നിന്ന് കണ്ട ഒരു നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി. അയ്യോ, അതിന്റെ ഫ്ലാഷ് ബാക്ക് സത്യം പറഞ്ഞില്ല. ഈ AI വെച്ചിട്ടേ നമ്മള് കൊറേ പഴഞ്ചൊല്ലുകള്, സിനിമയിലെ ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാളിയാ. അത് ഇങ്ങനെ കൊറേ കാണും. ഇത് നോക്കി എന്ത് രസമാണ് ചെയ്ത് നോക്ക്. 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നോരുണ്ടായിരുന്നു. ആ കാർന്നോര് തഞ്ചാവൂരിൽ നിന്ന് കണ്ട ഒരു നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാർന്നോര് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോര് നമ്മുടെ തെക്കിനിട്ട് വെട്ടിക്കൊണ്ടു. എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷയായിട്ട് മാറി കാർന്നവരെ കുട്ടി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നത്. അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. എന്റെ അമ്മോ, എന്ത് സാധനോടോ അത്. സൗണ്ട് കൂടെ വന്നപ്പോഴത്തേക്ക് നറേഷനും. എന്റെ അമ്മോ, എന്ത് സാധനം ഉണ്ടാക്കി വെച്ചേക്കണ ആളിയാ. ഒരു കിടിലൻ അജ്മൽ ഷാ, ഒരു വിഷയം അജ്മൽ സിനാജ്, ചാർക്കോൾ ആർട്ടിസ്റ്റ്. ഇവിടെ കിടിലല്ലേ. പേടിയാണോ സത്യം? രാത്രി കണ്ടിട്ട് 11:36 ഇരുന്ന് നാഗവല്ലിയെ കാണാണ്. ലൈക്ക് അടിച്ചിട്ട് പോണേ. ലൈക്ക് അടിക്കണേ. ഇത് കാണാനോ? ഇതെന്താ സംഭവം? ഞാൻ ഒരു സൈഡിലാണ്. ഹലോ ഒന്നില്ല. പേരെന്താ? എന്റെ പേര് ദാമി. ദാമി? ദാമിനി. ദാമിനി. ദാമു അല്ലടോ, ദാമിനി. ഡാഗിനി അല്ല, ദാമിനി. എന്റെ പേര് പാക്കു. എടാ, നിനക്കുള്ള വണ്ടി വന്നു. നീ പൊക്കോ. നിനക്ക് വന്നു വേണ്ടല്ലോ. ഓക്കെ, ബൈ. എവിടെ ഉണ്ട്? കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി വേണ്ട. അല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. കുഴപ്പമില്ല. നീ പോട്ടെ. ആരുടെ വണ്ടി?
നമ്മുടെ വണ്ടിയിൽ കയറിക്കോളൂ കുട്ടി. പോയിട്ട് ഞങ്ങൾ സംസാരിച്ചോളാം, വിഷയമില്ല. ദാമിനി, എന്താ പരിപാടി ദാമിനി? വേണ്ട, പറഞ്ഞില്ലേ വേണ്ടാന്ന്. പോ ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ അച്ഛനോട്. ഞാൻ ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആണ്. നിങ്ങളുടെ രണ്ടിനെ തലമുടി ഒന്നാണ്, ഒരിക്കലും അട്രാക്ട് ആവില്ല. പിന്നെ if you don't mind we can go for something else. പോലെ എടാ പൂട്ടാ വാടാ വണ്ടിയുടെ. ആ ഓക്കെ. എന്റെയോ 22. എനിക്ക് ആ വയസ്സുള്ളൊരു മോനുണ്ട്. ബൈ. ഈ വരുന്ന പൂട്ട എന്റെ വണ്ടി. അത് കൃത്യമുള്ള ആരാണെന്ന്. അണ്ണാ മൈ ബ്രദർ ഡു ദിസ് പ്ലീസ് ഹാവ് എന്തിനാ വരക്കട്ടെ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വരച്ച ആവശ്യമില്ല. എന്നാ ഫോട്ടോ എടുത്തോ. എന്റെ ആളെ എന്തിനാണ് ചെയ്തു? ടെക്സ്ചർ, ആ ഫേസിലെ ടെക്സ്ചർ. ഇത് ഒട്ടും പ്രതീക്ഷയിലോട്ടോ, കണ്ട കിളി പോയി. ഞാൻ പെട്ടെന്ന് ഇതായി. നിങ്ങൾ ഈ സാധനം കണ്ട ഇങ്ങനെ കാണിച്ചിട്ടേ പെട്ടെന്ന് അത് വന്ന കണ്ട. ബ്രൈറ്റ്നസ് നോക്കടാ ഇതിന്റെ, ആ ഒരു ബ്രൈറ്റ്നസ് നോക്ക് ഇതിന്റെ. ബ്രോ കിടിലം ബ്രോ, ഒരു രക്ഷയില്ല. കിടിലം. ബിഗ് ഷൗട്ട് ഔട്ട് ബ്രദർ. കുത്തി വരാ ഡ്രോയിങ്. കിടിലം. അണ്ണാ ഇത് കാണണേ, മസ്റ്റ് വാച്ച്. ഇങ്ങനൊരു കാർ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും. എന്താ എല്ലാം ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. You are defeated, yet you won't step back. Why not? I don't know. But I will not go. Even if I retreat a single step, I will be shattering the promises I've made. I can't run. I would lose my honor. You see, without that, there would be nothing left for me. That's what defeat is. Then I won't accept it. Then you'll die. I'd rather die than give up. വിഷയം സാധനം കേട്ടാ. എന്റെ ഇരിപ്പുണ്ട് കേട്ടോ, എന്റെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. പച്ചമുടിയൊക്കെ ഉള്ള മൊത്തത്തിൽ പറഞ്ഞ അവൻ ആർട്ടിസ്റ്റ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സാർ. നിന്റെയൊക്കെ കയ്യിൽ എങ്ങനെയാണ് ഈ ഞരമ്പ് നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ കാണണേ? എന്റെയൊക്കെ ആശുപത്രി ചെന്നിട്ട് എന്റെ അകത്ത് ഈ ട്രിപ്പ് വിടാൻ വേണ്ടി കുത്തുന്ന ആ സാധനം 3 വട്ടം അവർ ഊരി കുത്തും. നെർവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇവനെയൊക്കെ നോക്കി പീടിച്ച് വെച്ച് പ്ലാച്ച് എറിഞ്ഞിടാ. ഇങ്ങനെ സിറിഞ്ചിങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ എറിഞ്ഞു കുത്തിക്കുക ഇവനെ. നോക്ക് കേട്ടോ, ഇവന്റെ കൈ ഉണ്ട് ഇങ്ങനെ എറിഞ്ഞ് സിറിഞ്ച് കുത്തിക്കുക ഇവനെയൊക്കെ. ഇതൊക്കെ എങ്ങനെ കൈ ഞരമ്പ് വരണം ഇങ്ങനെ? നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സാർ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവും. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. കൊള്ളാം. നൈസ്. മേളിൽ പോയി. എനിക്ക് 3-4 വട്ടം കുത്തണം. പിന്നെ എന്നെ എത്ര വട്ടം കുത്തിയിട്ടുണ്ടെന്ന് അറിയാം. ലാസ്റ്റ് മരുന്ന് വരെ തീർന്നു പോയിട്ടുണ്ട്. കുത്തി മനുഷ്യര് പ്രാന്തായിട്ടുണ്ട് അത്. ആ സാമാനം എന്തിന് നമുക്കങ്ങ് എങ്ങനെയും കഴിഞ്ഞിറങ്ങാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് കിട്ടില്ലെന്നാണ്. കാരണം കോളേജിൽ ബോറടിച്ചിരുന്നപ്പോൾ ചെയ്ത ഐറ്റമാണ്. എങ്ങനെയുണ്ട്
പ്രൊഫഷണൽസ് ആയിട്ട് ആരുമില്ല, എല്ലാം കോളേജ് മേറ്റ്സ് ആൻഡ് ഫ്രണ്ട്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയണേ. കോളേജിൽ ബോറടിച്ചിരുന്നപ്പോ എന്റെ ഈ വഴിക്ക് പ്രിൻസിപ്പൾ പിടിച്ച ഷൂട്ടിംഗ്. അറിഞ്ഞില്ലേ, നമ്മുടെ ടോണിയുടെ അമ്മായിയമ്മ 3-4 ദിവസം മുമ്പ് ഒരു ആക്സിഡന്റിൽ തട്ടിക്കും മരിപ്പറിയിക്കാൻ വന്ന നിങ്ങളോ? നിങ്ങൾ 3 കൂടി അടിച്ച അമ്മത്തന്നര പെറ്റു ഏതറിയിക്കാൻ വേണ്ടി വന്നതാ. ഇനി എന്താ പരിപാടി? നിങ്ങൾക്കൊക്കെ ഈ പടം ഇഷ്ടമാണോ? ഇത് കുറെ പേർക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പടമാണ്. കുറെ പേർക്ക് ഈ പടം ഇഷ്ടമല്ല. ഞാൻ ഇതിനെപ്പറ്റി കുറെ പേര് നെഗറ്റീവ് പറയണ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മോ, ഇത് എന്റെ വൺ ഓഫ് ദ ഓൾ ടൈം ഫേവറേറ്റ് പടമാണ്. പറയാതിരിക്കാൻ വയ്യ. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി സമ്മാനദാനല്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡബിൾ ബാരലും ഉണ്ട് അതുപോലെ. ശരി, ഇതും ഡബിൾ ബാരലും അതുപോലെ തന്നെയാണ്. ഡബിൾ ബാരലും കിടിലും പടമാണ്.